മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോള് ബിന്നീനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ബിന്നീനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് പോയി സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബിന്നീനെയും കൂട്ടിയിട്ട് സ്മോക്കിംഗ് റൂമിലേക്കാണ് അനുമോള് പോകുന്നത്. അവിടെ ചെന്നിട്ട് ബിന്നീനോട് അനുമോള് ചോദിക്കുന്നുണ്ട്, നീ എന്നെ വഴക്ക് പറയുമോ? ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാനുള്ളതാണെങ്കിൽ ഞാൻ ബിന്നി പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ആദ്യം പറയുന്നതിൻ്റെ ഇടയിൽ കയറി നീ എന്നൊന്നും പറയരുത്. ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നീ എന്നെ വഴക്ക് പറയാൻ പാടുള്ളൂ. ഇന്നലെ രാത്രി കുറേ നേരം ഞാൻ പുറത്തായിരുന്നു കിടന്നത്. നൂറ് ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കുറേ നേരം കിടന്നു. പിന്നെ എനിക്ക് ഉറക്കം വന്നു കഴിഞ്ഞപ്പോഴും അവിടെ നല്ല കൊതുകുണ്ടായതുകൊണ്ടും ഞാൻ അകത്തേക്ക് കയറി വന്നു. ഞാൻ എൻ്റെ റൂമിൽ ബെഡിൽ പോയി കിടക്കാമെന്ന് കരുതിയപ്പോൾ അവിടെ ജിസയിലും ആര്യനും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് അവിടെ കിടക്കാൻ തോന്നിയില്ല. ഞാൻ അങ്ങനെ സോഫയിലാണ് വന്ന് കിടന്നത്. ഞാൻ നല്ല ഉറക്കം വന്ന് അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എന്നെ ആരോ വിളിക്കുന്നുണ്ട്. അഭിലാഷാണ് എന്നെ തട്ടി വിളിക്കുന്നത്. നീ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണോ? നീ എഴുന്നേറ്റ് വന്നേ, നീ ഉറങ്ങണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു. അങ്ങനെ അവൻ എന്നെയും കൂട്ടിക്കൊണ്ട് കിച്ചണിലേക്കാണ് പോയത്. ഞങ്ങൾക്കെല്ലാവർക്കും കാപ്പി ഇട്ട് തരുമെന്ന് ചോദിച്ചു. ആ സമയത്ത് ഒനിലേട്ടൻ, അഭിലാഷ്, സാബുമാന്, ജിഷിൻ ചേട്ടൻ, ഷാനവാസിക്ക, അക്ബറിക്ക എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, മെയിൻ ക്യാപ്റ്റൻ പറയുന്നത് അനുമോൾ കേൾക്കണം. മെയിൻ ക്യാപ്റ്റനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ആദ്യം ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. പിന്നെയും അവർ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് കോഫി പൗഡർ ഇല്ല, അത് ബിന്നീൻ്റെ കയ്യിലാണ് ഉള്ളതെന്ന്. പോയി ബിന്നീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരാൻ എന്നോട് ഒന്നിച്ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒളിപ്പിച്ച് വെച്ച സ്ഥലത്ത് നിന്നും കോഫി പൗഡർ എടുത്തു. അപ്പോൾ അത് കണ്ടില്ലെന്ന് ബിന്നി ചോദിക്കുന്നുണ്ട്. അവരത് കണ്ടു എന്ന് അനുമോൾ പറയുന്നുണ്ട്. പക്ഷേ ആ കോഫി പൗഡറിനകത്ത് കുറേ കോഫി പൗഡറൊന്നും ഉണ്ടായിരുന്നില്ല. 5 ആൾക്ക് മാത്രം കുടിക്കാനുള്ള പൗഡറേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അനുമോൾ ബിന്നിനോട് പറയുന്നുണ്ട്. ഇന്ന് രാവിലെയെല്ലാം ഇവിടെ കാട്ടിക്കൂട്ടിയത് വെറും പ്രാങ്ക് മാത്രമാണ്. നിനക്ക് മാത്രമാണ് അറിയാത്തത്, നിനക്ക് മനീഷേട്ടന് മാത്രം. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, എനിക്ക് മനീഷേട്ടന് മാത്രമല്ല, ലക്ഷ്മിക്ക് അറിയില്ല, അങ്ങനെ പലർക്കും ഇവിടെ അറിയില്ല ഇത് പ്രാങ്ക് ആയിരുന്നു എന്ന്. നിങ്ങളിവിടെ ഓരോ കാര്യങ്ങളും എടുത്ത് കുടിച്ചോളൂ. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് അനുമോൾ നമ്മുടെ ബിന്നിനോട് ചോദിക്കുന്നുണ്ട്. അത് തെറ്റൊന്നുമില്ല, ഇത് നീ ഒരു പ്രശ്നമാക്കരുത്, ഇതൊരു പ്രാങ്ക് ആയിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതായിട്ട് നീ ആരുടെ മുമ്പിൽ പോയി പറയരുത്, ഇത് പ്രശ്നമാക്കരുതെന്ന് നീ എനിക്ക് സത്യം ചെയ്തതാ. നമ്മുടെ അനുമോളൊന്ന് പിച്ച് എന്തോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സ്മോക്കിംഗ് ഏരിയ ആയതും കൊണ്ട് അനുമോൾ ആന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പിന്നെ അവർ പുറത്തേക്ക് വരുമ്പോഴാണ്, എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് ബിന്നിനോട്, നീ ഇതൊന്നും പറയരുത്, വലിയ വിഷയമാക്കരുത്, ഇതൊരു പ്രാങ്കാണ്. ഇവിടെ രാവിലെ അതേപോലെ ജിഷൻ ചേട്ടനും അതേപോലെ തന്നെ നമ്മുടെ അഭിലാഷും കാണിച്ചത് വെറും പ്രാങ്കായിരുന്നു. എന്താണെങ്കിലും എനിക്ക് കോഫി കിട്ടിയില്ല എന്ന് ബിന്നി പറയുന്നുണ്ട്.